ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അമൃത അതുൽ. അപ്പോൾ ഞാനിതാ കുറേ കാലത്തിന് ശേഷമാണ് ഒരു ഓൺ വോയിസ് ഒരു ലോങ് വീഡിയോ എടുക്കുന്നത്. ഇത് എന്ന് അപ്ലോഡ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്തായാലും എനിക്കൊരു ലോങ് വീഡിയോ എടുക്കണം തോന്നി ഇവിടുന്ന്, അതുകൊണ്ട് ഞാൻ എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പക്ഷേ കാര്യങ്ങൾ വീഡിയോ എന്താണെന്ന് പറഞ്ഞുതരാം. ഞാൻ ഇവിടെ ശ്രീനഗറിലാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് പോവാണ്. ഇവിടുത്തെ ക്വാർട്ടറൊക്കെ വെക്കേറ്റ് ചെയ്ത് പോവാണ്. കന്നഡ നെക്സ്റ്റ് പോസ്റ്റിംഗ് വരാനൊക്കെ ആയി. അപ്പം പിന്നെ ഇനി ഇങ്ങോട്ടേക്ക് ഒരു തിരിച്ചു വരവില്ല. അപ്പം ഞാൻ വിചാരിച്ചു, എനിക്ക് എന്നും ഒരു ഓർമ്മയ്ക്ക് ഇവിടെ വെച്ചാൽ ഒരുപാട് നല്ല ഓർമ്മകൾ തന്ന സ്ഥലമാണ് കേട്ടോ. അപ്പം ഇവിടുത്തെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു, നമുക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളും ഞാൻ ഡെയിലി പോകുന്ന സ്ഥലങ്ങൾ, എൻ്റെ ഫ്രണ്ട്സ് അവരെയൊക്കെ കാണിച്ചുകൊണ്ട് ഒരു ചെറിയല്ല ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ നമുക്ക് ഇനി അടുത്ത പോസ്റ്റിംഗ് പോകുമ്പോൾ അടുത്ത സ്ഥലം അത് ഇനി ഇങ്ങോട്ടേക്ക് ഒരു വരവുണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്നും കാണാനും ഓർക്കാനും ഒക്കെ ഉള്ള നല്ല നല്ല മൂമെൻറ്റ്സ് അല്ലേ. അപ്പോൾ അതൊന്ന് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്താലോ വിചാരിച്ച്. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ വീഡിയോ എന്ന് അപ്ലോഡ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ നാട്ടിലെത്തിയിട്ടേ ഇത് അപ്ലോഡ് ചെയ്യുള്ളൂ, അതിന് മുന്നേ അപ്ലോഡ് ചെയ്യില്ല. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടായിരിക്കും ഈ വീഡിയോ എല്ലാവർക്കും കാണാൻ കഴിയുക. കാരണം ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു 2 ആഴ്ച കൂടി കഴിഞ്ഞിട്ടേ ഇവിടുന്ന് ഇറങ്ങുള്ളൂ. പിന്നെ നാട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് എന്തായാലും ഞാനിത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഇവിടുത്തെ പുറത്ത് പോവാണ്. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും ഒന്ന് വീഡിയോയിൽ പകർത്തിയിട്ട് നമുക്ക് നാട്ടിലെത്തിയിട്ട് പതിയെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എൻ്റെ ഫ്രണ്ട്സിനെയും എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളും ഒക്കെ നമുക്ക് കാണാം കേട്ടോ. സ്ഥലങ്ങൾ മീൻസ് പുറത്തുള്ളതല്ല, ഞങ്ങളെ ഈ ഒരു ക്യാൻറ്റീൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എല്ലാവർക്കും ഒന്നും കൂടി വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അമൃത അതുൽ. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ. കുഞ്ഞാപ്പി റെഡിയായി നടന്നു പോവാണ്. അതാ വൃന്ദേച്ചി അഞ്ചു അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഞങ്ങളെ ടോട്ടൽ ഇവിടുത്തെ ഒരു വ്യൂ. ഞങ്ങളെ ക്വാർട്ടേഴ്സുകളൊക്കെ ഉണ്ടോ, ഇതൊക്കെയാണ് ഞങ്ങളെ ഇവിടുത്തെ ക്വാർട്ടേഴ്സ്. ഒക്കെ പുതിയതാട്ടോ, പഴയതല്ല. പിന്നെ കുഞ്ഞാപ്പി ഒരു ഹായ് പറ. ഹായ്. ബരേഷു, വൃന്ദേച്ചി, അഞ്ചു ഒരായ് പറ കുട്ടിയോ. അതിന് രേഷു എന്തേലും കൊറേ ആയി പറഞ്ഞതാ. അഞ്ചു ഹായ് പറ. ഒന്ന് പറഞ്ഞേ. ആ വീണ്ടും വീഡിയോ ആയിട്ട് ഇറങ്ങിയേക്കുവാണ്. കുഞ്ഞാപ്പിയായിട്ട് ഞാൻ നടന്നു പോകുന്നുണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു 11 മണി 11:30 ആകുമ്പോട്ടോ ഇറങ്ങാറ് ഡെയിലി. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പ് തന്നെയാണ്. നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ കാണാമല്ലോ ഒരു ചെറിയൊരു കോടയും കാര്യങ്ങളൊക്കെ. അന്നപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഏകദേശം ആ ടൈമിലാണ് ഇറങ്ങുക. ഇത് പിന്നെ ഞങ്ങളൊരു വെറ്റ് ക്യാൻറ്റീൻ ആട്ടോ. വെറ്റ് ക്യാൻറ്റീൻ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഏകദേശം ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൽ നിന്ന് കുറച്ച് ദൂരം ഉള്ളത് ഇതാണ്. പെട്ടെന്ന് വാങ്ങാൻ പറ്റുന്ന സ്ഥലം ഇതാണ്. ഇത് ഞാൻ തിരിച്ചു വരുമ്പോൾ നല്ലോണം കാണിച്ചു തരാം. അങ്ങനെ ഇതാണ് ഞങ്ങൾ നേരെ ഒരു റോഡാട്ടോ, വളയാനും തിരിയാനും ഒന്നുമില്ല. പിന്നെ ഇതാട്ടോ ഞങ്ങളെ വെജ് ഷോപ്പ് ഇവിടത്തെ. ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഷോപ്പ്. എന്നും ഇവിടെ വന്ന് ഡ്രസ്സിൻ്റെ റേറ്റ് നോക്കി പോലെ ഞങ്ങൾക്ക് പരിപാടി വാങ്ങിക്കൊന്നുമില്ല. അടുത്ത ഇതാണ് മാർട്ട്. ഇത് ഞങ്ങൾ ഞങ്ങൾ ഫേവറേറ്റ് പ്ലേസിലേക്കാട്ടോ പോകുന്നത്, തുലിപ്പിലോട്ട്. തുലിപ്പ് കഫേന്ന് ഒരു ചായ, അതിനൊരു സമൂസയോ ഒരു മുട്ട പപ്സോ എന്തെങ്കിലും ഒന്ന്. അപ്പോൾ അതാ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ തുലിപ്പ്. ഇത് ഫുഡ് കോർട്ടാണ് കേട്ടോ. ഫുഡ് കോർട്ട് റെസ്റ്റോറൻറ്റ് പോലെ. അതാണ് ഞങ്ങൾക്ക് ചായ കുടിക്കുന്ന സ്ഥലം, തുലിപ്പ് കഫേ. ഇതാണ് ഞങ്ങളെ ഫേവറേറ്റ് സാധനങ്ങൾ. നോക്കൂ, പ്രത്യേകിച്ചൊന്നുമില്ല. സമൂസ ഉണ്ടാവും, പേറ്റീസ് ഉണ്ടാവും. അതിൽ വെജ് പപ്സ് വെജാണ് കാണുന്നത്. ഞങ്ങൾ നോൺ വെജ് ആണ്, എഗ് പപ്സ്, പക്ഷെ അതില്ല. പിന്നെ ദോണ്ടെ കാണുന്നു, അതില്ല. അതാണ് ദിൽക്കുഷ് അങ്ങനെ എന്താ പറയാം. പിന്നെ വാൾനട്ടിൻ്റെ കേക്ക് ഉണ്ട്, പ്ലം കേക്ക് ഉണ്ട്, ബിസ്ക്കറ്റ്സ്, കൂൾ ഡ്രിങ്ക്സ്. അതാണ് ചായ. കാര്യമായിട്ട്
ദിൽഖുഷ് അഞ്ജുനെന്താ എഗ് പപ്സ് ഇല്ല കേട്ടോ, ഇല്ല. കുഞ്ഞാപ്പിക്ക് ഇതാ വേണ്ട. ദിൽഖുഷ് രേഷോന് രണ്ട് എഗ് പപ്സ് ഉണ്ടായിരുന്നു. അതൊന്ന് ഞാനോ ഒന്ന് അഞ്ചും എടുത്തിട്ടോ. രേഷ്മേച്ച് ഒരു, ദിൽഖുഷും വൃന്ദേച്ചി ഒരു വെജ് പേറ്റീസും. കടലയ്ക്ക് പകരം മറ്റേ പയറാക്കാന്ന് വെച്ചാൽ അതാകുമ്പോൾ കുറച്ചും കൂടി പ്രോട്ടീനും ആ നമ്മുടെ ഫുഡിൻ്റെ കൂടെ കോമ്പിനേഷനാണ്. മുണ്ടാലും ഞാൻ വെച്ചിട്ടില്ല, എനിക്ക് നിങ്ങൾ കഴിക്കുന്നത് വേണം എന്നും എടുത്ത് നോക്കാൻ. എനിക്ക് അഞ്ച് ചായ കുടിക്കുന്നത് കണ്ട് പാവം വൃന്ദേച്ചി കുറച്ച് തിരക്കില്ല, അതുകൊണ്ട് വൃന്ദേച്ചി ഇല്ല. പേര് പറ ചാനലിന്റെ. കേട്ടില്ല, ഒന്നുകൂടി പറ. സോൾജിയർ വൈഫ് അഞ്ജു അമ്മ. എല്ലാരും കേട്ടല്ലോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി രേഷുവിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും. അതുപോലെ ആ കാണുന്ന വയ്യെ കണ്ടോ, ഞങ്ങൾ ഇവിടെ വരുമ്പോഴേക്കും മൂപ്പർക്ക് അറിയാം, ഒന്നെങ്കിൽ മുട്ടപ്പൂസിനും ചായക്ക് കഴിക്കോ, അല്ലാണ്ട് വേറെ ഒന്നിനും വരൂല. അങ്ങനത്തെ ഒരു മനുഷ്യൻ, അത്രയും കാലം ഞങ്ങൾ സഹിച്ചൊരു മനുഷ്യനാട്ടോ. ഞാനപ്പോ കുടിക്കും, ഞാനപ്പോ തിന്നും. എന്നിട്ട് കുപ്പിക്കളയോ? അത് ഒത്തിരി ആവുന്നതായിരിക്കും. അമ്മ കുടിക്കുന്നു, ഓട്ടയച്ചിരി വലുതായിരിക്കും. അതാ ഇത് ഞങ്ങളവിടുത്തെ കോംപ്ലക്സും കാര്യങ്ങളൊക്കെ കേട്ടോ. വെജ് ഷോപ്പ്, ക്ലോത്തിൻ്റേത്, പിന്നെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഇവിടുന്ന് കിട്ടും. രേഷു ഒരു ജാക്കറ്റ് കണ്ടിട്ട് അത് നോക്കുകയാണ്. അപ്പം ഇതാണ് ഞങ്ങളുടെ ഫിഷ് കിട്ടുന്ന സ്ഥലം. ഫിഷും ചിക്കനൊക്കെ കിട്ടും ഇവിടെ. ഇവിടെ മാത്രമല്ല, ഇവിടെ 1-2 ഷോപ്പുകളുണ്ട്, ഒന്ന് അപ്പുറത്തും ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഇത് വെജ് ഷോപ്പ്, ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കടകൾ, പിന്നെ അങ്ങനെ ഒരുവിധം എല്ലാം. ഇവിടുന്ന് പിന്നെ കാണുന്ന കേട്ടോ ഡ്രൈ ഫ്രൂട്ട്സ്. പിന്നെ ഒന്ന് ഇതാട്ടോ ഞങ്ങൾ ഷോപ്പും ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങുന്ന കടകളാണ്. ഒന്ന് ഇത്, ഒന്ന് ഇതോണ്ടേ ഇത്. പിന്നെ അതിനപ്പുറത്തുള്ളത് നമ്മുടെ ഒരു പലചരക്ക് പീടിക കേട്ടോ. ഇതാണ് ഈ ഷോപ്പിൽ കിട്ടാത്ത ഒരു സാധനമല്ല. ഷോപ്പ് കണ്ടാൽ കുഞ്ഞാണെങ്കിലും ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മളൊരു ഉപമ പറയില്ല, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ, അതാ സംഭവം. ഇതുകൊണ്ട് ആയിരിക്കുന്ന കണക്കാരനാട്ടോ അതിൻ്റെ മുതലാളി. ഇവിടുത്തുകാരനാട്ടോ, കാശ്മീരിയാണ് അവരൊക്കെ. വാങ്ങിച്ചു തരാം. ദോണ്ട് ഈ ബ്ലാക്ക് കളറ് ഞാൻ വാങ്ങിച്ചിട്ടോ. ഞങ്ങൾക്കൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാണ്ട് ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്, അപ്പം അതിന് വാങ്ങിച്ചതാണ്. ഈ ബ്ലാക്കാ. അതാ ഓറഞ്ച് നോക്കിനും, പക്ഷെ ലാസ്റ്റ് ഫൈനൽ ചെയ്തതാ കേട്ടോ. ചേട്ടനത് പൊതിഞ്ഞോണ്ടിരിക്കുന്നു. കുഞ്ഞബി ഇങ്ങോട്ട് നോക്ക്. ഞങ്ങൾ അടുത്ത ഷോപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതാണ് ഒരു ഷോപ്പ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് സാധനം വാങ്ങിക്കാണ്ട് അങ്ങനെ വന്നതാട്ടോ. നമ്മൾ സാധാ പലചരക്ക് കട തന്നെ. ഇത് ഞങ്ങൾ വേറെ കുറച്ച് ഡ്രസ്സിനൊക്കെ ഷോപ്പുകൾ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതവിടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കട ഉണ്ട്. ഞങ്ങൾ സ്ഥിരം ഇവിടെ തന്നെ കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്ന ഷോപ്പാണ് അത്. വീഡിയോ എടുക്കുന്നില്ല. ഈ
ഈ ലുക്സ് എന്ന് കണ്ടില്ലേ, അതാട്ടോ ഞങ്ങൾ ഇവിടുത്തെ പാർലറാണ്, ബ്യൂട്ടി പാർലർ. ഞാനിതുവരെ കയറിയിട്ടൊന്നുമില്ല. ചില ആൾക്കാരൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, ഞാൻ പോയിട്ടൊന്നുമില്ല ഇതുവരെ. പിന്നെ ഇത് ഞങ്ങൾ പുറത്താ കാണുന്ന ഫുള്ള് കാണുന്നതാട്ടോ നമ്മളെ തുലിപ് കഫേയും അതിൻ്റെ ഫുഡിൻ്റെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെയാണത്. അങ്ങനെ ഞാനും ചേച്ചിയോട് തിരിച്ചു പോവുകയാണ്. അഞ്ചും വൃന്ദേച്ചിയും നേരത്തെ പോയിട്ടോ, ഞങ്ങൾക്ക് കുറച്ചുകൂടി സാധനങ്ങൾ വാങ്ങിക്കാനുള്ളതുകൊണ്ട് ഞങ്ങളിവിടെ നിന്നു. വൃന്ദേച്ചിയും അഞ്ചും കൂടി ചേട്ടൻ വന്നപ്പോൾ ചേട്ടൻ്റെ കൂടെ പോയി. അങ്ങനെ ഞങ്ങൾ നേരെ നടക്കുകയാണ്. കണ്ണേട്ടൻ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ലഗേജ് കുറച്ച് കൂടുതലുണ്ട്, ബാഗൊക്കെ ഉള്ളത് കൊണ്ട് കണ്ണേട്ടൻ. നെക്സ്റ്റ് ഞങ്ങൾ ഈ ഒരു ഫെറ്റ് ക്യാൻറ്റീൻ ഇവിടെ നിന്നാട്ടോ ഞങ്ങൾ പെട്ടെന്ന് സാധനങ്ങൾ, അരി കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മളെ നാട്ടിലത്തെ പോലത്തെ ഒരു അരിയൊക്കെ ഇവിടെ നിന്ന് കിട്ടും. അത് നമ്മളെ നാട്ടിലുള്ള റേഷനരില്ലേ അതുപോലത്തെ അരി ഇവിടെ നിന്ന് കിട്ടും. ഞങ്ങൾ ഇവിടെ നിന്നാണ് അരി വാങ്ങിക്കൽ. ഒന്നിതാട്ടോ ഈ ഷോപ്പ്. ഇതൊക്കെ നമ്മുടെ സിവിലിയൻസിൻ്റെ ആട്ടോ, അതായത് പുറത്തുനിന്നുള്ള കാശ്മീരികളായത്. ഇതാണ് ഞങ്ങളവിടുത്തെ ദോശ പോയിന്റ്, അതായത് നമ്മൾ സൗത്ത് ഇന്ത്യൻസിൻ്റെ കടയാട്ടോ. അത് ഇവിടെയുള്ള ആൾക്കാരെ തന്നെയാണ്, സിവിലിയൻസിനല്ല, ഇവിടുത്തെ ആർമിക്കാരെ തന്നെയാട്ടോ. ഇതാ ഇവിടെ എന്തൊക്കെ കിട്ടുന്നു വെച്ചാൽ പൊറോട്ട, കേരള പൊറോട്ട, ബിരിയാണി, ദോശ, ഊത്തപ്പം, വട, ഇഡ്ഡലി, അങ്ങനത്തെ ഒരുവിധം നെയ്റോസ്റ്റ് എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെ ടേസ്റ്റിൽ, ഏകദേശം മുഴുവനൊന്നുമില്ല കേട്ടോ, ഏകദേശം ആ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും. അങ്ങനെ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടില്ല. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഫേവറേറ്റ് എന്ന് പറയാനുള്ള സ്ഥലങ്ങൾ ഇതൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനും ചേച്ചിയൊക്കെ ഞങ്ങൾ തിരിച്ചത് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.